ഹലോ മക്കളെ, മിസ് ഇപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം നിങ്ങൾ പലരും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും. ആൻഡ് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിൻസിയറായിട്ട് കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറേ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുന്നു. ആൻഡ് എല്ലാവർക്കും കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, കുറേ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും, എന്തിനാണ് ഇപ്പോൾ പഠിക്കണേ, അല്ലെങ്കിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണോ രക്ഷപ്പെടുക, ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കണ്ടൻറ്റ് ക്രിയേഷൻ ഇറങ്ങിയാൽ പോരെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മിസ് പറഞ്ഞു വരുന്നത് പഠിക്കേണ്ട കണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് പോകണം എന്നാണോ? ഒരിക്കലും അല്ല. അതായത് നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് കണ്ടൻറ്റ് ക്രിയേഷനാണ്, നിങ്ങൾക്ക് അങ്ങനെ യൂട്യൂബ് വ്ളോഗേഴ്സ് ആവാനൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവാം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ, അതായത് നിങ്ങളിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രായമാണ് അല്ലേ? അപ്പോൾ നിങ്ങളിപ്പം ഈ യൂട്യൂബിൽ കാണുന്ന ഈ ഒരു ആവേശവും മേളവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പഠിപ്പൊക്കെ നിർത്തി നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേഷനിൽ ഇറങ്ങുകയാണ്. ആൻഡ് നമ്മൾ വിചാരിച്ചതുപോലെ അത് ശരിയായില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? നമ്മൾ ഓൾറെഡി നമ്മുടെ എഡ്യൂക്കേഷൻ കളഞ്ഞിട്ടുണ്ടാകും, നമ്മൾ അതൊക്കെ വിട്ടിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ പഠിപ്പിൽ നമ്മൾ ഉഴപ്പിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ അവിടെ നമ്മൾക്ക് ഒരു പ്ലാൻ ബി നമ്മുടെ കയ്യിലില്ല. നമ്മൾ എല്ലാം വിട്ട് ഇതിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തില്ല, ഒരു പ്ലാൻ ബി ഇല്ലാത്ത അവസ്ഥയാകും. നമ്മൾക്ക് അവിടെ എന്തെങ്കിലും ഒരു തകർച്ച വരിക, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് നമ്മളെ കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അതാണോ താല്പര്യം, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിക്കുക. കാരണം നമുക്കൊരു SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അത് കഴിഞ്ഞ് നിങ്ങൾ +1 +2 നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ്, അതിപ്പോൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് മാത്രം മിസ് പറയുന്നില്ല, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം. ഓക്കെ, നിങ്ങൾക്ക് ഡോക്ടർ ആവണം ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി അതല്ല എഞ്ചിനീയർ ആണെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി കോഴ്സിൻ്റെ എങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആ പഠിച്ചുണ്ടാക്കിയ സാധനം എന്നും നിങ്ങളുടെ കയ്യിലുണ്ടാകും അല്ലേ? അത് ഇനിയിപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്കിതല്ല, എനിക്ക് കണ്ടൻറ്റ് ക്രിയേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ എനിക്കൊരു വ്ളോഗർ ആവാൻ തന്നെയാണ് ആഗ്രഹം എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആവാൻ ആഗ്രഹം, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇറങ്ങി തിരിക്കാം. കാരണം അതെങ്ങാനും ഫ്ലോപ്പ് ആയാലും നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ട് പറയാൻ നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു കോഴ്സ് ഉണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്ലാൻ ബി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ്, വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ആ റിസ്ക് എടുക്കാം. മറ്റേത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങൾ ആ റിസ്ക് എടുക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ എഡ്യൂക്കേഷൻ വിട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിച്ച് അതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങുന്നത്, ഈ റിസ്ക് എടുക്കുന്നതെങ്കിലും ആ റിസ്ക് എടുത്തവരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അവരുടെ കയ്യിൽ എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു പവർ ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുത്താലും കുഴപ്പമില്ല. ഫ്ലോപ്പ് എന്തായാലും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും അല്ലേ? അപ്പോൾ ഫ്ലോപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പോയി കുഴപ്പമൊന്നുമില്ല, നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് നമ്മൾ ജീവിക്കും, നമ്മുടെ കോഴ്സ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. അതുമല്ല, നമ്മൾ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിപ്പോൾ പുറമേ കാണുന്നത് എന്താണ്, എല്ലാവരുടെ കയ്യിലും കുറേ പൈസയുണ്ട്, അവർ അടിച്ചു പൊളിച്ച് നടക്കുന്നു, അവർ കുറേ ട്രാവൽ ചെയ്യുന്നു, കുറേ കൊലാബറേഷൻ ചെയ്യുന്നു, അവർക്ക് കുറേ ഡ്രസ്സ് കിട്ടുന്നു, കുറേ സാധനങ്ങൾ കിട്ടുന്നു, ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള ആ ഒരു എഫേർട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ ഒരു എഫേർട്ട് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ മക്കൾ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഉപേക്ഷിച്ച് നിങ്ങൾ ഫുൾ പഠിക്കണം എന്ന് മാത്രം മിസ് പറയില്ല. പക്ഷേ പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുക തന്നെ വേണം. കാരണം നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ പറ്റുക, പിന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഈസി ആയിരിക്കില്ല. നിങ്ങളിപ്പോൾ പഠിച്ച ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്നും നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ ഒരു ഇൻഫ്ലുവൻസർ ആവുക അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സക്സസ്ഫുൾ ആവാൻ പറ്റിയാലും ഒരു 5-6 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കുമോ ഈ ഫീൽഡ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? കാരണം മാറ്റങ്ങൾ പലതരത്തിൽ വരാം. അപ്പം നമ്മളുടെ കയ്യിൽ അത് ഉണ്ടാവും ഒരു 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം അത് എന്താവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു പവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങളെല്ലാവരും +1 പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ആ +1 +2 ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ SSLC, നിങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞ് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കയ്യിൽ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂവിൽ ഒരു മാറ്റം വരില്ല. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത, നിങ്ങൾ പഠിച്ചെടുത്ത മാർക്ക് തന്നെയാണ്
അല്ലേ? ഇനി നിങ്ങൾ അതേപോലെ തന്നെ +1 എക്സാം എഴുതുന്നു, ദെൻ അത് കഴിഞ്ഞ് +2 ഉണ്ടാക്കുന്നു. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ആ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും വാല്യൂ കുറയോ എത്ര വർഷം കഴിഞ്ഞാലും? ഒരിക്കലും ഇല്ല, അല്ലേ? അപ്പം എൻ്റെ കുട്ടികൾ ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ +1 ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുക. കാരണം ഈ +1 +2 നിങ്ങൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതിപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ് എക്സാം ആയിക്കോട്ടെ, ഇനി അതല്ല നിങ്ങൾ JEE എക്സാം ആയിക്കോട്ടെ, കീം എക്സാം ആയിക്കോട്ടെ, ഇനി അതൊന്നും വേണ്ട, ഒത്തിരി ജനറൽ ഗവൺമെൻറ് സെക്ടറിലേക്കൊക്കെ ജോലി കിട്ടുന്ന ഒത്തിരി എക്സാമുകളുണ്ട്, അല്ലേ? ആ എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതല്ല നിങ്ങൾ ഇനി ബാങ്ക് കോച്ചിങ്ങിന് പോവാണ്, നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മുടെ ലൈഫ് എങ്ങോട്ടേക്കാണ് ടേൺ ആവുന്നതെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? നമ്മുടെ ബേസിക്സ് സെറ്റാക്കാം. അത് +1 +2 നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളിനി മുന്നോട്ട് പോകുന്നതോറും ഇവിടെ നിങ്ങൾ എത്രത്തോളം ഉഴപ്പുന്നോ അത്രത്തോളം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് കൂടും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ +1 എക്സാമാണ് വരാൻ പോകുന്നത്. ആ +1 അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ അതിന് നമ്മുടെ ഉജ്ജ്വൽ ബാച്ച് എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നമ്മുടെ ഉജ്ജ്വൽ ബാച്ചിൽ നിങ്ങൾക്കറിയാം ഷോർട്ട് നോട്ട് ലൈവുകൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് കിട്ടില്ല, പക്ഷേ റെക്കോർഡർ ഉണ്ടാകും, അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ +1 ഉജ്ജ്വൽ ബാച്ചിലേക്ക് മാത്രം അഡ്മിഷൻ എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമുക്ക് +1 സർട്ടിഫിക്കറ്റ് വേണം, +2 വേണം, അല്ലേ? അപ്പോൾ +2 കൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ ഉയരേ ബാച്ചിലൂടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഉയരേ ബാച്ചിൽ വെറും 5,999 മാത്രമേ ഫീ ഉള്ളൂ. നിങ്ങൾ ഈ ഉയരേ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +1ൻ്റെ ഈ ഒരു ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കിവിടെ ഇനിയിപ്പോൾ കുറച്ച് സമയമുള്ളൂ, നമ്മളിതൊന്നും അറിയാതെ നമ്മൾ ഇത്രയും കാലം ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാതെ തന്നെ നിങ്ങളുടെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും നമ്മളുടെ ക്രാഷ് ബാച്ചിലൂടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ +1 സ്റ്റാർട്ടിങ് മുതൽ ഞാൻ പഠിച്ചിട്ടില്ല, ഇനിയെങ്കിലും എനിക്ക് പഠിച്ചു തുടങ്ങണം, നിങ്ങളുടെ +2 ഉയരേ ബാച്ച് നിങ്ങളുടെ കൂടെ ഉണ്ട്, അല്ലേ? നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ള 1000 സ്റ്റുഡൻസിനാണെങ്കിൽ ഈ ബുക്ക് സെറ്റ് ഫ്രീയും ആണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ പഠിക്കാൻ വേണ്ടത് അത് ഓൾറെഡി ഉണ്ട്. അതെൻ്റെ മക്കൾക്ക് ഇനി ജൂൺ ആവാൻ കാത്തു നിൽക്കാതെ നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം, അല്ലേ? കാരണം ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാകും, റെക്കോർഡഡ് ക്ലാസ് ഓൾറെഡി ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങണം, അതായത് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പഠിച്ചു തുടങ്ങണം എന്നാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മളുടെ കംപ്ലീറ്റ് +2 ക്ലാസ്സുകൾ എന്തായിരിക്കും? നിങ്ങൾക്ക് ലൈവായിട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനി റെക്കോർഡർ വേണമെന്നുള്ള മക്കൾക്കാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും, വർക്ക്ഷീറ്റും എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, ഇതൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ നിങ്ങൾക്ക് ഫുൾ മാർക്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരേ ബാച്ചിലുണ്ട്. അത് ഓൾറെഡി പ്രൂവൺ ആണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് നമ്മളുടെ ബാച്ചിലൂടെ ഫുൾ മാർക്കും ഫുൾ A+കളൊക്കെ കിട്ടിയിട്ടുള്ള നമ്മുടെ കുട്ടികൾ അതിൻ്റെ എക്സാമ്പിൾസാണ്. അപ്പോൾ നിങ്ങൾ 100% കൊടുത്ത് നിങ്ങളിപ്പോൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മുടെ ഒരേ ബാച്ചിലും നമ്മുടെ ക്രാഷ് ബാച്ചിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ലേറ്റ് ആവരുത് എന്നാണ് മിസ്സിന് പറയാനുള്ളത്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് കൊമേഴ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ +1 കൊമേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നമ്മുടെ +2 ഒരേ ബാച്ചിലേക്ക് അത് മിസ് പറയേണ്ട ആവശ്യമില്ല. ഒരു തവണ നമ്മുടെ ബാച്ചിലൂടെ പഠിച്ച മക്കൾ ഒരിക്കലും പിന്നെ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഓക്കെ, അതിപ്പോൾ പുതിയതായിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊമേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ജ്വാല ബാച്ച് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വേദ ബാച്ച് ഉള്ളത്. നിങ്ങളെ +2ൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നീറ്റിൻ്റെ കാര്യങ്ങളും നമ്മുടെ പബ്ലിക് എക്സാമും കൂടി റെഡിയാക്കുന്നതാണ്. ദെൻ നിങ്ങൾക്ക് വീര ബാച്ച് ഉണ്ട് നമ്മുടെ JEE എക്സാം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ട്, നന്നായിട്ട് പഠിക്കണം, +1 +2 നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. കാരണം മക്കളെ, നിങ്ങൾക്ക് എന്തും ആവാം, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനെ ഫോളോ ചെയ്യണം എന്നാണ് മിസ് എപ്പോഴും പറയാറുള്ളത്. നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യണം. പക്ഷേ അത് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു പ്ലാൻ B നിർബന്ധമാണ്. ആ പ്ലാൻ B വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലേ, ചിലപ്പോൾ നമ്മളുടെ പാഷൻ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മളെ പിന്തിരിപ്പിക്കാൻ കുറേ പേരുണ്ടാകും. അത് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടുള്ളൊരു ടെൻഷൻ കൊണ്ടായിരിക്കും. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താകും എന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ അവരെ സമാധാനിപ്പിക്കാനും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടാനും നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ നമ്മളെ സഹായിക്കും. നിങ്ങളുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഡാൻസർ ആവാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാനാണ് ആഗ്രഹം, നിങ്ങൾ ആ ഒരു റിസ്ക് എടുത്തോളൂ.
നിങ്ങളുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റോ ഒരു കോഴ്സോ ഉണ്ടാക്കിയതിന് ശേഷം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു ഫ്ലോപ്പ് വന്നാലും നമുക്ക് ധൈര്യത്തോടെ പിടിച്ച് നിൽക്കാൻ പറ്റും. നമ്മളെ തളർത്താനൊന്നും പറ്റില്ല ആർക്കും. കാരണം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം അത് അത്രയ്ക്ക് വാല്യുബിളാണ്, അത്രയ്ക്ക് പവർഫുള്ളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇപ്പോൾ. അത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും അടിപൊളി ടൈം കൂടിയാണ്. അത് ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ നമ്മുടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം നമ്മുടെ കൂടെ പഠിച്ച് ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കണം, ഈ ഒരു മാജിക്കൽ റിസൾട്ട് ഉണ്ടാക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം, നല്ല രീതിക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം.